ദമ്പതിമാരും മാതാപിതാക്കളും മക്കളും ഏറി വരുന്നു. 1970-കളിൽ വിദേശ നാട്ടിൽ നിന്ന് കുറച്ച് യുവതികൾ ബോംബെയിൽ വന്നിറങ്ങി. ഒരു ലക്ഷ്യവുമില്ലാതെ തെരുവീഥിയിലൂടെ അലഞ്ഞു നടക്കുകയാണ്. ആ സമയം അവരോട് ഒരു പത്രപ്രവർത്തകൻ ഇപ്രകാരം ചോദിച്ചു, അമേരിക്കയിൽ നല്ല രീതിയിൽ ജീവിക്കേണ്ട നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത്? ഉടനെ അതിലൊരു പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു, എന്റെ അപ്പൻ എന്നെ സമ്പാദിക്കാൻ പഠിപ്പിച്ചു, പക്ഷേ ജീവിക്കാൻ പഠിപ്പിച്ചില്ല. എന്റെ അപ്പൻ എന്നെ സമ്പാദിക്കാൻ പഠിപ്പിച്ചു, ജീവിക്കാൻ പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ തെരുവിലൂടെ അലഞ്ഞു തിരിയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ ജീവിക്കാൻ പഠിപ്പിക്കുക, പ്രാർത്ഥനയിൽ വളരാൻ പ്രേരിപ്പിക്കുക, വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക, ധാർമ്മിക ബോധം നൽകി അവരെ സമുദ്ധരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ഭാഗ്യമുള്ള കുടുംബങ്ങളായി തീരും. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്. അത് തിരക്കുള്ള വ്യക്തികളായി നമ്മൾ മാറി. ബിസി ആവുക. കേട്ടിട്ടില്ലേ? എന്ത് ചോദിച്ചാലും ഉടനെ പറയും, ഞാൻ ഭയങ്കര ബിസിയാണ്, ഭയങ്കര ബിസിയാണ്. ബിസി എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൽ 4 അക്ഷരങ്ങളാണുള്ളത്. ഓരോ വാക്കിനും നമുക്ക് ഓരോ അർത്ഥം കൊടുക്കാം. ബി ഫോർ ബിസിനസ്, യു ഫോർ അണ്ടർ, എസ് ഫോർ സൈറ്റൻസ്, വൈ ഫോർ യോക്ക്. മലയാളത്തിൽ പറഞ്ഞാൽ ചെകുത്താന്റെ കീഴിലുള്ള ജീവിതം. ഇന്ന് പല കുടുംബങ്ങളിലും പ്രാർത്ഥനയില്ല, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, എല്ലാവരും തിരക്കിട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ലാതായി. കുടുംബത്തെ സ്നേഹത്തിൽ വളർത്തേണ്ട കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു. പലരും പല വഴിക്ക് ഒറ്റയായും ഭിന്നിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയോ വായിച്ച ഒരു സംഭവം ഓർമ്മ വരുന്നു. ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭാര്യയുണ്ട്, അമ്മയുണ്ട്, 6 വയസ്സുള്ള ഒരു മോളുണ്ട്. അതിരാവിലെ ഇയാൾ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി കാറിൽ പുറപ്പെടും. രാത്രി വൈകിയാണ് തിരിച്ചു വരുന്നത്. ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇത്രയും അതിരാവിലെ ബിസിനസ്സിന് പോയി ഇത്ര വൈകി തിരിച്ചു വരുന്നത്? പ്രാർത്ഥനയില്ല, കുടുംബത്തിൽ ഒരുമിച്ച് സംസാരിക്കാൻ സമയമില്ല, എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? ഉടനെ അദ്ദേഹം പറയും, 6 വയസ്സുള്ള എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യാവുന്ന എല്ലാ നന്മകളും ഈ അപ്പൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. 6 വയസ്സുള്ള കുട്ടിക്ക് 6ാമത്തെ പിറന്നാളിന് അപ്പൻ കൊടുത്തത് മൊബൈൽ ഫോണാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. നല്ല നല്ല സ്കൂളുകളിൽ കുട്ടിയെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം ബിസിനസ് ടൂറിലായിരിക്കുന്ന ഈ വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അത്യാവശ്യമായി സ്കൂൾ വരെ ഒന്ന് വരണം. ഉടനെ ഈ മനുഷ്യൻ ഇപ്രകാരം ഫോണിലൂടെ പറഞ്ഞു, എനിക്ക് സമയമില്ല, ഞാൻ ബിസിയാണ്, ഞാൻ മാഡത്തെ വിട്ടേക്കാം. ആരാണ് മാഡം? ഭാര്യ. ഉടനെ സ്കൂളിന്റെ അധികൃതർ ഇപ്രകാരം മറുപടി പറഞ്ഞു, മകളാണോ വലുത്, ബിസിനസ് ആണോ വലുത്? അയാൾ കാർ തനിയെ തിരിച്ച് സ്കൂളിലോട്ട് പോന്നു. സ്കൂളിലെത്തി ഓഫീസിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഹെഡ് മിസ്ട്രസ് ഇപ്രകാരം പറഞ്ഞു, കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ഒരു ചിത്രരചനാ മത്സരം ഇവിടെ ഉണ്ടായിരുന്നു. താങ്കളുടെ മകളും പടം വരച്ചിട്ടുണ്ട്, എന്നാ പടം. ആ പടത്തെ നോക്കി ഇയാൾ പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു, എന്റെ മോൾ ഇത്രമാത്രം കഴിവുള്ള വ്യക്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കൊട്ടാരം പോലത്തെ വീട്, വലിയ വലിയ വാഹനങ്ങൾ, കുട്ടിയുടെ
മുറിയിലെ ആധുനിക സൗകര്യങ്ങൾ എല്ലാം നന്നായിട്ടുണ്ട്. ഉടനെ ഹെഡ് മിസ്ട്രസ് ചോദിച്ചു, ഈ പടത്തിൽ താങ്കളുടെ മുഖമുണ്ടോ? അപ്പന്റെ മുഖമുണ്ടോ? ഇയാൾ സൂക്ഷിച്ചു നോക്കി. വീട്ടിലെ പട്ടിയും പൂച്ചയുമുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, ടി വി ഉണ്ട്, അമ്മാമ്മയുണ്ട്, അമ്മയുണ്ട്, അപ്പനില്ല. ഉടനെ 6 വയസ്സുള്ള ഈ പെൺകുട്ടിയെ മുറിയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോള് വരച്ച പടത്തിൽ അപ്പന്റെ മുഖമില്ലല്ലോ. ഉടനെ ആ കുട്ടി വളരെ അത്ഭുതത്തോടുകൂടെ അപ്പനിങ്ങനെ നോക്കി. കുറെ ദിവസമായി കണ്ടിട്ട്. എന്നിട്ട് ഇപ്രകാരം ടീച്ചറോട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മമ്മിയോട് ചോദിക്കും, മമ്മി പപ്പ എന്തിയേ? വൈകിട്ട് സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ ചോദിക്കും, മമ്മി പപ്പ എന്തിയേ? എല്ലാ ദിവസവും അമ്മ ഇപ്രകാരം പറയും, അപ്പ വന്നു, അപ്പ പോയി. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, അപ്പ വന്നു, അപ്പ പോയി. കുഞ്ഞിന് അപ്പനെ കുറിച്ച് അറിയാവുന്ന 2 വാക്കുകൾ: വന്നു, പോയി. തിരക്കിട്ട ജീവിതം പണിതുയർത്തുമ്പോൾ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. 1, കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ്. 2, കുടുംബത്തിലെ പങ്കുവയ്പ്പാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തുക, മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ കുടുംബം ഒരു തിരുക്കുടുംബമായി മാറും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ എല്ലാവരും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥന പലപ്പോഴും ഒന്നുകിൽ ഒരു ബാലകലോത്സവം അല്ലെങ്കിൽ ഒരു മഹിളാ സമാജമായിട്ട് തീരുകയാണ് പതിവ്. ബാലകലോത്സവം എന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നു. അമ്മ അടുക്കളയിൽ മിക്കവാറും പാചകത്തിലായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. പുരുഷന്മാരും ഉണ്ടാകില്ല, പിള്ളേരും ഉണ്ടാകില്ല. പിള്ളേര് ഹോംവർക്ക് ചെയ്യാൻ വളരെ ബന്ധപ്പെടുന്ന സമയമായിരിക്കും. ഇങ്ങനെ ഉള്ളൊരു കുടുംബത്തിലെ സഹോദരി എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. ചേട്ടൻ ബിസിനസ്സുകാരനാണ്. 2 ആൺമക്കൾ. മൂത്തവൻ 6ാം ക്ലാസ്സിൽ, രണ്ടാമത്തവൻ 4ാം ക്ലാസ്സിൽ. വീട്ടിലെ പ്രശ്നം ഇതാണ്: ഭർത്താവ് വിവാഹം കഴിച്ച അന്നു മുതൽ എന്നും ഭാര്യയോട് പറയും, നിന്നെ ഞാൻ വിവാഹം കഴിച്ചത് നല്ലൊരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നാട്ടിൽ കിട്ടാവുന്ന എല്ലാ പാചക വിധികളുടെയും കുറിപ്പുകൾ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കണം. പിള്ളേരെ അപ്പനിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? ശാപ്പാട് കഴിക്കുക എന്നുള്ളതാണ്. അതിരാവിലെ ചേട്ടൻ ബിസിനസ്സിന് പോകും, വൈകി എത്തുകയുള്ളൂ. കുടുംബ പ്രാർത്ഥനയില്ല. വൈകുന്നേരം 8 മണിയാവുമ്പോൾ മുതൽ അടുക്കളയിൽ പിള്ളേരുടെ ബഹളം ആരംഭിക്കും. അപ്പന് വേണ്ടി അമ്മ പാചകം ചെയ്ത സ്പെഷ്യൽ പലഹാരങ്ങൾ പോലും മക്കൾ കഴിച്ചു തീർക്കും. അങ്ങനെ എല്ലാ ദിവസവും അടിയും ഇടിയും ചീത്തയും കേട്ട് ഈ ചേടത്തിക്ക് മടുത്തു. അങ്ങനെ ചേടത്തി പോട്ടയിൽ പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛനെ കണ്ടു. എന്നോട് പറഞ്ഞു, അച്ഛാ, ചേട്ടനെ കൊണ്ട് ഞാൻ മടുത്തു, ഇടി കൊണ്ട് ഞാൻ മടുത്തു. പിള്ളേരതിനേക്കാ പ്രശ്നം. അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് പിള്ളേരെ അടക്കി ഒതുക്കി നിർത്താം. ചേട്ടൻ വരുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ നല്ലൊരു പ്രാർത്ഥനാ പുസ്തകം സമ്മാനമായി ഞാൻ ചേച്ചിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 2ാമത്തെ പേജ് മുതലുള്ള പ്രാർത്ഥന പിള്ളേരെ കൊണ്ട് ചൊല്ലിച്ചാൽ മതി. അങ്ങനെ ചേച്ചി ആശ്വാസത്തോടെ വീട്ടിലേക്ക് പോയി. വൈകുന്നേരമായി പതിവ് പോലെ കുട്ടികൾ അടുക്കളയിലെത്തി. മമ്മി സ്പെഷ്യൽ വേണം. ഉടനെ മമ്മി പറഞ്ഞു, ഇന്ന് സ്പെഷ്യൽ കഴിക്കണമെങ്കിൽ വിൽസനച്ചൻ തന്നിരിക്കുന്ന സ്പെഷ്യൽ പ്രാർത്ഥന ചെല്ലണം. പുസ്തകം കൊടുത്തു. 2 പേരും കൂടെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. പേജ് നമ്പർ 2 മുതലുള്ള പ്രാർത്ഥനയാണ് ചെല്ലേണ്ടത്. പേജ് നമ്പർ 2 എടുത്തു.
അതിൽ ഇപ്രകാരം തലക്കെട്ട്: സകല വിശുദ്ധന്മാരുടെയും ലുത്തിനിയ. പിള്ളേർ രണ്ടുപേരും ഞടുങ്ങി. കാരണം വേദപാഠ ക്ലാസ്സിൽ സിസ്റ്റർ പഠിപ്പിച്ചിരിക്കുന്നത് 4000-5000 വിശുദ്ധന്മാർ കത്തോലിക്ക സഭയിലുണ്ടെന്നാണ്. ഏത് പാതിരാത്രിക്ക് തീരും ഈ പ്രാർത്ഥന? പ്രിയപ്പെട്ടവരെ, ബിസിനസ്സുകാരന്റെ മക്കളായതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്. അവർ പരസ്പരം ആലോചിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ധാരണയിലെത്തി. മൂത്തവൻ പുസ്തകം തുറന്ന് പുസ്തകത്തിലേക്ക് നോക്കി, ഈശോയെ നോക്കി, അനിയനെ നോക്കി. എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പേജ് നമ്പർ 2. ഈ പേജിലുള്ള സകല വിശുദ്ധന്മാരെ. അപ്പോൾ അനിയൻ ചൊല്ലി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാമത്തെ പേജെടുത്ത് വീണ്ടും ചേട്ടൻ ചൊല്ലി, ഈ പേജിലുള്ള സകല വിശുദ്ധന്മാരെ. അപ്പോൾ അനിയൻ ചൊല്ലി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങനെ പേജുകൾ മറിഞ്ഞു മറിഞ്ഞ് മുന്നോട്ട് പോയി. അവസാനത്തെ പേജെത്തി. ഒരു വലിയ വ്യത്യാസം ചേട്ടൻ കണ്ടുപിടിച്ചു. ഒന്നാലോചിച്ചു. എന്നിട്ട് ചേട്ടൻ ഉറക്കെ ഇപ്രകാരം ചൊല്ലി, ഭൂലോക പാപം നീക്കുന്ന 3 ചെമ്മരിയാട്ടിൻകുട്ടിയെ. അപ്പോൾ അനിയൻ ചൊല്ലി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥന തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ മാത്രം ഏൽപ്പിച്ച് രക്ഷപ്പെടുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് ഈ മരിയൻ കൺവെൻഷൻ കൂടുമ്പോൾ കുടുംബത്തിന്റെ പ്രാർത്ഥന ജപമാലയാണല്ലോ. അതുകൊണ്ട് അപ്പനും അമ്മയും തീരുമാനമെടുക്കണം. ഇന്നു മുതൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. അതൊരിക്കലും തകരുകയില്ല.